السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. أيها الأصدقائي نحن ندخل إلى وحدة الثانية في الصف السابع. ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഒരു പുതിയ യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമത്തെ യൂണിറ്റ് 7ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മാ ഇസ്മു അൽ വഹദത്ത് സാനിയ, എന്താണ് ഈ യൂണിറ്റിന്റെ പേര്? അൽ വഹദത്ത് സാനിയ, രണ്ടാമത്തെ യൂണിറ്റിന്റെ പേരെന്താണ്? നാം സിറു നജാഹ് അല്ലേ? സിറു നജാഹ് എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. എന്താണ് സിറു നജാഹ് എന്ന് പറഞ്ഞാൽ? സിറുൻ രഹസ്യം, നജാഹ് വിജയം, വിജയ രഹസ്യം എന്നാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. ദ സീക്രട്ട് ഓഫ് സക്സസ്. അപ്പം നമ്മൾ തുടങ്ങിയാലോ? നമ്മുടെ ഈ സിറു നജാഹി എന്ന ഈ യൂണിറ്റിലെ രണ്ടാമത്തെ യൂണിറ്റിൽ എത്ര ചാപ്റ്ററുകളുണ്ട്, ഏതൊക്കെ ചാപ്റ്ററുകളാണ് എന്നൊക്കെ നോക്കിയാലോ? എല്ലാം റെഡി അല്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ് കാണുന്നത്? ഹമ്മാലുൽ അഹ്ലാം. ഹമ്മാലുൻ എന്ന് പറഞ്ഞാൽ എന്താ? വാഹകൻ അല്ലേ? വഹിച്ചുകൊണ്ട് നടക്കുന്നവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹമ്മാലുൽ അഹ്ലാം. അഹ്ലാം ഹൊൽമുൻ ജമ്മ് അഹ്ലാം അല്ലേ? സ്വപ്നങ്ങൾ. അപ്പോൾ എന്തായിരിക്കും ഹമ്മാലുൽ അഹ്ലാം എന്ന് പറഞ്ഞാൽ? സ്വപ്ന വാഹകൻ. അതൊരു കിസ്സാദാത്തിയാണ് കേട്ടോ. കിസ്സാദാത്തിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവചരിത്രം അല്ലേ? ഓട്ടോബയോഗ്രഫി എന്നൊക്കെ പറയൂലേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഹമ്മാലുൽ അഹ്ലാം, ഡ്രീംസ് കാരിയർ എന്ന് പറയാം. പിന്നെ രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ്? സ്റ്റീഫൻ ഹോക്കിംഗ് അല്ലേ? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? നമ്മൾ ഫിസിക്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഫിസിക്സിലൊക്കെ അദ്ദേഹത്തിന്റെ തിയറികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾക്കറിയുമായിരിക്കും. സ്റ്റീഫൻ ഹോക്കിങ്സ് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു വീൽ ചെയറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ്? തർജുമത്തുൽ ഹയാത്താണ്. അവരുടെ ഒരു ലൈഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയാം, എന്നാൽ ജീവിതത്തിന്റെ ഒരു വിവർത്തനം എന്ന് പറയാം. നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ തർജുമത്തുൽ ഹയാത്ത് എന്ന് പറയും. ഒരാളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അതുപോലെ അയാളെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ ഖിസ്സാദാത്തിയ എന്ന് പറയും അല്ലേ? ഓട്ടോബയോഗ്രഫി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്ന് പറയാം. അപ്പോൾ അവരെ കുറിച്ച് നമ്മൾ പറയാണ്, അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാം? തർജുമത്തുൽ ഹയാത്ത് എന്ന് പറയാം അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റീഫൻ ഹോക്കിൻസ്. പിന്നെ സയ്യിദാത്തുൽ ഖമർ, മൂന്നാമത്തെ ചാപ്റ്റർ എന്താണ്? സയ്യിദാത്തുൽ ഖമർ. എന്താണ് സയ്യിദാത്തുൽ ഖമർ എന്ന് പറഞ്ഞാൽ? ലേഡീസ് ഓഫ് ദി മൂൺ എന്നൊക്കെ പറയാല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് പരിചയപ്പെടാം, ചാപ്റ്റർ എത്തുമ്പോൾ നോക്കാം. അതൊരു മുക്കാബിലയാണല്ലേ? മുക്കാബില പറഞ്ഞാൽ ഇന്റർവ്യൂ, ഒരു അഭിമുഖം, ഇന്റർവ്യൂ. മുക്കാബില എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ. പിന്നെ നാലാമത്തെ ചാപ്റ്റർ എന്താണ്? നഹ്നു അത്ഫാലുൻ സിഗാറുൻ, വി ആർ ലിറ്റിൽ ചിൽഡ്രൻ അല്ലേ? നെഹ്നു ഞങ്ങൾ, അത്ഫാലുൻ സിഗാർ ചെറിയ മക്കളാണ്, കുട്ടികളാണ് എന്നാണ് പറയുന്നത്. അത് മല്ലൂമുൻ. എന്താണ് മല്ലൂമുൻ എന്ന് പറഞ്ഞാൽ? പോയട്രി അല്ലേ? ഒരു കവിതയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ രണ്ടാമത്തെ യൂണിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചാപ്റ്ററുകൾ. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് 24ാമത്തെ പേജിലോട്ട് നോക്കൂ. മാതാ തറൂന ഫിസ്സൂറത്തി. മാതാ തറൂന, എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്? മാതാ തറൂന ഫിസ്സൂറത്തി ലിമാദാ യലഅബുൽ വലദു ജാലിസൻ. അവിടെ കുറച്ച് കുട്ടികൾ കളിക്കണില്ലേ? ലിമാദാ യലഅബുൽ വലദ്, ഒരു കുട്ടി മാത്രം എന്താ ഇരുന്നു കൊണ്ട് കളിക്കണ്? ജാലിസൻ അല്ലേ? മാറഅയ്യുക്കും അനിൽ വാലിദിൽ ജാലിസ്, ആ ഇരുന്നു കൊണ്ട് കളിക്കുന്ന കുട്ടി, അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് പറഞ്ഞു നോക്കൂ. ഹുനാക ബഅദുൽ ഔലാദ്, നമുക്ക് കാണാം. നറ ബഅദുൽ ഔലാദ്. പിന്നെ വഹൗലാഇൽ ഔലാദ് യലഅബൂന ഖുറത്തുൽ ഖദം അല്ലേ? അവർ എന്ത് കളിക്കാണ്? ഖുറത്തുൽ ഖദം. യലഅബൂന ഖുറത്തുൽ ഖദം, ഒരു ഫുട്ബോൾ കളിക്കാണ്. പിന്നെ എന്ത് കാണാം? വഹുന വലദുൻ യജ്ലിസു അലാ കുർസിയിൽ മുതഹരിക് അല്ലേ? അവിടെ ഒരു കുട്ടി ഒരു വീൽ ചെയറിൽ, കുർസിയിൽ മുതഹരിക് എന്ന് പറഞ്ഞാൽ വീൽ ചെയർ, ഒരു കുട്ടി ഒരു വീൽ ചെയറിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. കൈഫ കാന അൽ കുർസിയു. നാം
അൽ കുർസിയിൽ മുത്തഹരിക്ക് അല്ലേ, നിങ്ങൾക്ക് അറിയുമായിരിക്കും. നമ്മൾ വീൽ ചെയറിന് എന്താ പറയാ? അൽ കുർസിയിൽ മുത്തഹരിക്ക് അല്ലേ. ഇന്നഹു ലാ യസ്തതിഉ അൻ യംശി മിസ്ല ഹൗലാഇൽ ഔലാദ്. ഈ കുട്ടികളൊക്കെ കളിക്കുന്നത് പോലെ, നമ്മളൊക്കെ കളിക്കുന്നത് പോലെ ആ കുട്ടിക്ക് കളിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടി ഇരുന്നു കൊണ്ട് കളിക്കുന്നത് അല്ലേ. ഇന്നഹു ലാ യസ്തതിഉ അൻ യംശി അല്ലേ, ആ കുട്ടിക്ക് നടക്കാനൊന്നും സാധിക്കില്ല, അതുകൊണ്ടാണ് ആ കുട്ടി ഇരുന്നിട്ട് കളിക്കുന്നത്. എന്നിട്ടും അവൻ കളിക്കുന്നുണ്ട് അല്ലേ. അത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അല്ലേ, മറ്റുള്ളവര് അവനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയല്ലേ വേണ്ടിയത്? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലൊക്കെ അങ്ങനെ ഇതുപോലുള്ള കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെയും കൂടെ കൂട്ടില്ല കളിക്കാൻ? കൂടെ കൂട്ടണം കേട്ടോ. അങ്ങനെ കൂടെ കൂട്ടുന്നവര് എങ്ങനെ, എന്താണ് അതിന്? തെളിമീനു ദി മഖ്ദറാത്തിൽ മുഖ്തലിഫ മിൻ അലാമാത്തിൽ ഇൻസാനിയ എന്ന് പറയാം. ഇതിന്റെ റിസാല എന്തായിരിക്കും? ഇതിന്റെ ഒരു സന്ദേശം എന്തായിരിക്കും? ഈ പിക്ചറിൽ കാണുന്നതിനെ കുറിച്ചുള്ള ഒരു സന്ദേശം എന്താണ്? തെളിമീനു ദി മഖ്ദറാത്തിൽ മുഖ്തലിഫ മിൻ അലാമാത്തിൽ ഇൻസാനിയ അല്ലേ. തെളിമീൻ എന്ന് പറഞ്ഞാൽ കൂടെ കൂട്ടുക. ദി മഖ്തറാത്തിൽ മുഖ്തലിഫ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ദി മഖ്തറാത്തിൽ മുഖ്തലിഫ എന്ന് പറഞ്ഞാൽ മഖ്തറാത്തിൽ മുഖ്തലിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നശേഷിക്കാര്. ഭിന്നശേഷി, നമ്മള് അംഗവൈകല്യം ഉള്ളവരൊക്കെ നമ്മൾ അറിയപ്പെടല് ഭിന്നശേഷിക്കാര് എന്നാണ് കേട്ടോ പറയാ. അപ്പോ തെളിമീൻ ദി മഖ്തറാത്തിൽ മുഖ്തലിഫ, ഈ എന്താണ് ഭിന്നശേഷിക്കാരെ നമ്മളെ കൂടെ ചേർക്കണം. അത് ഈ കൂടെ ചേർക്കുന്നവരെന്താണ്? മിൻ അലാമാത്തിൽ ഇൻസാനിയ, ഒരു മനുഷ്യത്വത്തിന്റെ അടയാളമാണ് അല്ലേ. അവരെ കൂടെ കൂട്ടി അവർക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ നമ്മളും കൂടെ പോകണം അല്ലേ. എന്നാലേ നമ്മളിലും എന്തുണ്ടാവുള്ളൂ? മിൻ അലാമാത്തിൽ ഇൻസാനിയ, മനുഷ്യത്വത്തിന്റെ അടയാളം നമ്മളിലും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ആവില്ലേ? അവരെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം. അവരുടെ സ്വപ്നങ്ങൾ നേടാൻ നമ്മൾ വേണം അവരുടെ കൂടെ പോവാനല്ലേ. നമുക്ക് നടക്കാൻ സാധിക്കും, പക്ഷെ അവർക്കത് അതുകൊണ്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ചിലരുണ്ട് വീൽ ചെയറിലല്ലാത്തവര് ഊന്നുവടി ഉപയോഗിച്ച് നടക്കുന്നവരുണ്ട്. പിന്നെ തീരെ ഇരുന്നുകൊണ്ട് പോലും നടക്കാൻ പറ്റാതെ തളർന്നു കിടക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അവർക്കും ഉണ്ടാവില്ല ഒരുപാട് സ്വപ്നങ്ങള്. അവരുടെ സ്വപ്നങ്ങളൊക്കെ ആര് അവരുടെ നേടിക്കൊടുക്കണം? നമ്മൾക്ക് എല്ലാം കഴിയൂലേ, നടക്കാനും ഓടാനും ചാടാനും എല്ലാം കൊണ്ടും കഴിയും. അപ്പൊ അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളുടെ ഹെൽപ്പ് വേണം എന്നാണ് ഈ ഒരു ചാപ്റ്ററില്, ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള മനുഷ്യത്വപരമായ കാര്യങ്ങൾ നമ്മളുടെ സമപ്രായക്കാരിലുണ്ടെങ്കിൽ അവരെ നമ്മൾ കൂടെ കൂട്ടി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നു ചെല്ലാൻ നമ്മൾ കൂടെ പോകണം കേട്ടോ. നമ്മളുടേതായ കഴിവുകൾ അനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇനി നമുക്ക് 25-ാമത്തെ പേജിലോട്ടൊന്ന് കടക്കാം, നമ്മുടെ ചാപ്റ്ററിലോട്ടൊന്ന് കടന്നാലോ. എന്താണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര്? ഹമ്മാലുൽ അഹ്ലാം. ഹമ്മാലു എന്ന് പറഞ്ഞാൽ വാഹകൻ, വഹിക്കുന്നവൻ എന്നൊക്കെ. ഹമ്മാലുൽ അഹ്ലാം, ഹുൽമുൻ ജമ്മു അഹ്ലാം, സ്വപ്നം അല്ലേ. അപ്പോൾ സ്വപ്നവാഹകൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഡ്രീം കാരിയർ. ഇതൊരു ഖിസ്സദാത്തിയയാണെന്ന് പറഞ്ഞു അല്ലേ. ഖിസ്സദാത്തിയ എന്ന് പറഞ്ഞാൽ എന്താ? ജീവചരിത്രം, ബയോഗ്രഫി എന്ന് പറയാം. എന്ന് വെച്ചാല് നമ്മുടെ സ്വന്തം കഥ പറയുന്നതിനെയാണ് ഖിസ്സദാത്തിയ എന്ന് പറയാം അല്ലേ. അപ്പൊ നമ്മൾ നോക്കി ആരാ ഇവിടെ തന്റെ സ്വന്തം കഥ പറയുന്ന, ഖിസ്സദാത്തിയ പറയുന്ന ആരാണ് പറയുന്നതെന്ന് നോക്കിയാലോ. അപ്പൊ നമ്മൾ ചാപ്റ്ററിലോട്ടൊന്ന് കിടക്കാം. അന മർക്കബുൻ ലി ദൂലാബാനി കബീറാനി വ ദൂലാബാനി സുഗീറാനി അതഹറകു മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ മിൻ ബൈത്തിൻ ഇലാ മദ്രസ മിൻ മദ്രസത്തിൻ ഇലാ സൂഖിൻ വമിൻ മുസ്തശ്ഫ ഇലാ ബൈത്തിൻ ലസ്തു കുർസിയൻ വലാ ദറാജതൻ ആദിയ ലാ അഹ്മിലു ജമീഅ الناس الجالس يعتمد علي في اللعب والأكل والعمل والسفر ولتحقيق كل أحلامه حتى صرت حمال الأحلام. നിങ്ങൾക്ക് എന്തെങ്കിലും ഓടിയോ? ആരാണ് ഈ പറയുന്നത്? ഒരു പിക്ചർ കാണുന്നുണ്ടല്ലേ.
അത് എന്താണ്? മാ ഇസ്മു ഹാദിൽ അദാത്തി, മസ്മു. എന്താണ് ഈ ഒരു ഉപകരണത്തിന് പേരെന്താണ്? നമ്മൾ മുമ്പ് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മാ മീസത്തു ഹാമിൻ കുർസിയിൽ ആദി വായിറു. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് ഈ വീൽ ചെയർ? ഇതിൻ്റെ പേരെന്താണ്? അൽ കുർസിയുൽ മുതഹരിക് അല്ലേ? മാ ഇസ്മു ഹാദിൽ അദാത്തി അൽ കുർസിയുൽ മുതഹരിക്. അപ്പോൾ ഇവിടെ തൻ്റെ സ്വന്തം കഥ പറയുന്നത് ആരാണ്? അൽ കുർസിയുൽ മുതഹരിക്, വീൽ ചെയറാണ് തൻ്റെ കഥ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കിയാലോ? അന മർക്കബുൻ, ഐ ആം എ വെഹിക്കിൾ. ഞാനൊരു വാഹനമാണ്. ഞാൻ മർക്കബുൻ, ഞാനൊരു വാഹനമാണ്. ഐ ആം എ വെഹിക്കിൾ. എന്നിട്ട് എന്താ പറയുന്നത്? ലീ ദൂലാബാനി കബീറാനി. ദൂലാബുൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൂലാബ് എന്ന് പറഞ്ഞാൽ വീല്, ടയർ എന്നൊക്കെ പറയില്ലേ, വണ്ടിക്ക് ഉണ്ടാവുന്ന ടയർ, അതിനാണ് ദൂലാബുൻ എന്ന് പറയാം. അപ്പോൾ ലീ എനിക്കുണ്ട്, ദൂലാബാനി കബീറാനി, എനിക്ക് വലിയ 2 വീൽസ് ഉണ്ട്, എന്ന് വെച്ചാൽ 2 ടയറുണ്ട്. ഐ ഹാവ് 2 ബിഗ് വീൽസ് എന്നാണ് പറയുന്നത്. വാ ദൂലാബാനി സ്വഗീറാനി, അതുപോലെ എന്തുണ്ട്? 2 വീൽസ് ഉണ്ട്, ടയറുകളുണ്ട്. സ്വഗീറാനി, ചെറിയ 2 ടയറുണ്ട്. ആൻഡ് 2 സ്മോൾ വീൽസ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ആ പിക്ചറിൽ നോക്കൂ, ഒരു വലിയ 2 ടയറുണ്ട്, ഫ്രണ്ടിൽ ചെറിയ ടയറുകളും കാണാം. അപ്പോൾ ചിലരിങ്ങനെ നമുക്ക് കാണാം, ആ വലിയ 2 ടയർ ഇങ്ങനെ സ്വന്തം കൈകൊണ്ട് തന്നെ ഉരുട്ടി ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. ചിലർ തള്ളിക്കൊടുക്കാൻ ബാക്കിൽ ആളെന്ന് തള്ളിക്കൊടുക്കുന്നതായിട്ട് കാണാം. പിന്നെ അതുപോലെ നമുക്ക് ഒന്നും കാണാം, അൽ കുർസിയിൽ മുതഹരിക്കുൽ കഹ്റുബായി നമുക്ക് കാണാൻ പറ്റില്ല. ഇലക്ട്രിക് വീൽസ്, എന്താണ്, വീൽ ചെയർ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞില്ലേ, അവർ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്, ഒരു ഇലക്ട്രിക് വീൽ ചെയറിലായിരുന്നു അല്ലേ നടന്നിരുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയൊരു വീൽ ചെയർ ആയിരുന്നു അല്ലേ അത്. അപ്പോൾ അതുപോലെ അപ്പോൾ എന്താണ് എന്നിട്ട് പറയുന്നത് നോക്കാം. അതഹറക്കും മിൻ മക്കാനിൻ ഇലാ മക്കാനി. എന്താണ് പറയുന്നത്? അതഹറക്കും, ഞാൻ ചലിക്കും, ഞാൻ പോകുന്നു. മിൻ മക്കാനിൻ ഇലാ മക്കാനി, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് അല്ലേ. മിൻ മക്കാനി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും, ഇലാ മക്കാനി മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ് എന്നാണ് പറയുന്നത്. ഐ മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഞാനിങ്ങനെ മൂവ് ചെയ്യുന്നു, ഞാൻ ചലിക്കുന്നു, സഞ്ചരിക്കുന്നു. മിൻ ബൈത്തിൻ ഇലാ മദ്രസ, ഫ്രം ഹൗസ് ടു സ്കൂൾ. മിൻ ബൈത്തിൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും, ഇലാ മദ്രസ സ്കൂളിലേക്ക് പോകുന്നു. ഫ്രം ഹൗസ് ടു സ്കൂൾ. മിൻ മദ്രസത്തിൻ ഇലാ സൂഖിൻ, അതുപോലെ എങ്ങോട്ടൊക്കെ പോകുന്നു? മിൻ മദ്രസത്തിൻ, സ്കൂളിൽ നിന്നും, ഇലാ സൂഖ് മാർക്കറ്റിലേക്ക്, അങ്ങാടിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഫ്രം സ്കൂൾ ടു മാർക്കറ്റ്. ഒമിൻ മുസ്തഷ്ഫ ഇലാ ബൈത്തിൻ, പിന്നെ അതുപോലെ ഒമിൻ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ നിന്നും, ഇലാ ബൈത്തിൻ വീട്ടിലേക്ക്. ആൻഡ് ഫ്രം ഹോസ്പിറ്റൽ ടു ഹൗസ് എന്ന് പറയാം. എന്നിട്ട് എന്താ പറയുന്നത്? ലസ്തു കുർസിയൻ വലാ ദർറാജത്തൻ ആദിയ. ലസ്തു കുർസിയൻ, ഞാനൊരു കസേരയല്ല കേട്ടോ. ഐ ആം നോട്ട് എ ചെയർ എന്നാണ് പറയുന്നത്. ഐ ആം നോട്ട് എ ചെയർ. പിന്നെ വലാ ദർറാജത്തൻ ആദിയ. ദർറാജത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദർറാജത്ത് എന്ന് പറഞ്ഞാൽ സൈക്കിളില്ലേ, ബൈസൈക്കിൾ എന്നൊക്കെ പറയും. ഞാൻ സൈക്കിളുമില്ല. വലാ ദർറാജത്തൻ ആദിയ എന്ന് പറഞ്ഞാൽ ആൻ ഓർഡിനറി ബൈസൈക്കിൾ അല്ലേ. ഞാനൊരു സാധാരണ നോർമലായി കണ്ടുവരുന്ന ഒരു സൈക്കിളും അല്ല, സാധാരണ കസേരയുമല്ല. ഐ ആം നോട്ട് എ ചെയർ ഓർ ആൻ ഓർഡിനറി ബൈസൈക്കിൾ എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ലാ അഹ്മിലു ജമീഅൻ നാസി, ഞാൻ എല്ലാ ജനങ്ങളെയും ഞാൻ വഹിച്ചുകൊണ്ട് നടക്കൂല കേട്ടോ. ഐ ഡു നോട്ട് ക്യാരി ഓൾ ദി പീപ്പിൾ, എല്ലാവരെയും ഞാൻ വഹിച്ചുകൊണ്ട് നടക്കില്ല. ലാ അഹ്മിലു പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും ക്യാരി ചെയ്യൂല, എല്ലാവരെയും വഹിച്ചു നടക്കില്ല. ജമീഅൻ നാസി, മുഴുവൻ ജനങ്ങളെയും. പിന്നെ ആരൊക്കെയാണ് വഹിച്ചുകൊണ്ട് പോകലേ? സൂ മഖ്ദറാത്തിൽ മുഖ്തലിഫ അല്ലേ, ഭിന്നശേഷിക്കാരെ, അതുപോലെ നടക്കാൻ വയ്യാത്തവരെ, രോഗമുള്ളവരെ, അൽമരികൾ രോഗികളെ, അവരൊക്കെയല്ലേ വഹിച്ചുകൊണ്ട് പോവുക. അപ്പോൾ എന്നിട്ട് എന്താ പറയുന്നത്? നമ്മൾ വീൽ ചെയർ എന്താ പറയുന്നത്? അൽ ജാലിസു യഅ്തമിദു അലയ്യ ഫിൽ ലഅബി വൽ അക്ലി വൽ അമലി വസ്സഫർ. എന്താണ് പറയുന്നത്? അൽ ജാലിസു,
യഅ്തമിദു അലയ്യ, ഇതിമിൽ ഇരിക്കുന്ന ആളില്ലേ, യഅ്തമിദു അലയ്യ, എന്നെ ആശ്രയിക്കുന്നു, ഫിൽ ലാബി, കളിക്കാൻ വേണ്ടിയിട്ടും, വലാക്കിലി, ഫുഡ് കഴിക്കാനും, വലാമലി, ജോലി ചെയ്യാനും, വസ്സഫറി, യാത്രക്കും ഒക്കെ എന്നെ യൂസ് ചെയ്യുന്നു. ദ വൺ സിറ്റിംഗ് ഡിപ്പെൻഡ് ഓൺ മീ ടു പ്ലേ, ഈറ്റ്, വർക്ക് ആൻഡ് ട്രാവൽ, അല്ലേ? യാത്ര ചെയ്യാനും ജോലി ചെയ്യുന്നതിനും ഫുഡ് ഭക്ഷണം കഴിക്കുന്നതിനും പിന്നെ കളിക്കുന്നതിനും അതിനൊക്കെ എന്നെ ആശ്രയിക്കും. ആര്? എന്നിലിരിക്കുന്ന ആ ആളില്ലേ, അവര് എന്നെ എല്ലാത്തിലും എന്നെ ആശ്രയിക്കും, അല്ലേ? അവർക്ക് നടന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇരുന്നുകൊണ്ട് അവർ എല്ലാ കാര്യത്തിലും എന്നെ ആശ്രയിക്കും എന്നാണ് പറയുന്നത്. യഅ്തമിദു പറഞ്ഞാല് ആശ്രയിക്കുക, അല്ലേ? ഡിപ്പെൻഡ് ചെയ്യാം. വലിതഹ്ഖീഖി കുല്ലി അഹ്ലാമിഹി ഹത്താ സിർതു ഹമ്മാലൽ അഹ്ലാം. വലിതഹ്ഖീഖി, സാധ്യമാക്കും, യാഥാർത്ഥ്യമാക്കും. എന്തിനു വേണ്ടി? വലിതഹ്ഖീഖ് പറഞ്ഞാല് സാധ്യമാക്കാൻ വേണ്ടി, യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി, കുല്ലി അഹ്ലാമിഹി, അവന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകാൻ വേണ്ടി, ഹത്താ സിർതു ഹമ്മാലൽ അഹ്ലാം, ഐ ബിക്കം എ കാരിയർ ഓഫ് ഡ്രീംസ്, അല്ലേ? ഹത്താ സിർതു, ഞാൻ ആകുന്നത് വരെ, ഹമ്മാലൽ അഹ്ലാം എന്ന് വെച്ചാല് ഞാനൊരു സ്വപ്നവാഹകനാകുന്നത് വരെ എന്നാണ് പറയുന്നത്. ആൻഡ് ഒരു തഹ്ഖീഖി കുല്ലി അഹ്ലാമിഹി പറഞ്ഞാല് ടു അച്ചീവ് ഓൾ ഹിസ് ഡ്രീംസ് എന്നാണ് പറയുന്നത്. ഹത്താ സിർതു ഹമ്മാലൽ അഹ്ലാം അണ്ടിൽ ഐ ബിക്കം ദ കാരിയർ ഓഫ് ഡ്രീംസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വീൽ ചെയർ തന്റെ സ്വന്തം കഥ പറയാണല്ലേ. എനിക്ക് 2 ദുലാബാനി കബീറാനി, എനിക്ക് 2 വലിയ ടയറുകളുണ്ട്, അതുപോലെ 2 ചെറിയ ടയറുകളുണ്ട്. ദുലാബ് എന്ന് പറഞ്ഞാൽ ഇനി മറക്കരുത് കേട്ടോ, നമ്മള് വീലിനാണ് പറയല് ദുലാബ്. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ ഒരു സ്ഥലത്ത് നിന്നും മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, പിന്നെ ഫ്രം ഹൗസ് ടു സ്കൂൾ, പിന്നെ എന്താ പറയുന്നത്? ഫ്രം സ്കൂൾ ടു മാർക്കറ്റ്, അല്ലേ? മിൻ മദ്രസത്തിൽ സൂഖ്, പിന്നെന്താ പറഞ്ഞത്? ഫ്രം ഹോസ്പിറ്റൽ ടു ഹൗസ്, അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഞാനൊരു സാധാരണ സൈക്കിളല്ല, അതുപോലെ കസേരയല്ല, അല്ലേ? ലസ്തു കുർസിയൻ വലാ ദറാജതൻ ആദിയ, ലാ അഹ്മിലു ജമിയൻ നാസി, എല്ലാ ജനങ്ങളെയും ഞാൻ വഹിച്ചുകൊണ്ട് നടക്കില്ല. പിന്നെന്താ പറയുന്നത്? എന്നിൽ ഇരിക്കുന്നവൻ എന്നെ ആശ്രയിക്കും, യഅ്തമിദു അലയ്യ, അല്ലേ? എന്നെ ആശ്രയിക്കും, ഫിൽ ലാബി വൽ അക്ലി വൽ അമലി വസ്സഫർ, അല്ലേ? എന്തിനൊക്കെയാണ് ആശ്രയിക്കുന്നത്? ടു പ്ലേ, ഈറ്റ്, വർക്ക് ആൻഡ് ട്രാവൽ, എല്ലാത്തിനും എന്നെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? എന്തിനു വേണ്ടി? ലി തഹ്ഖീഖി കുല്ലി അഹ്ലാമി, അവന്റെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ, സാധ്യമാക്കാൻ വേണ്ടിയിട്ട് എന്നെ ആശ്രയിക്കും. ഹത്താ സിർതു ഹമ്മാലൽ അഹ്ലാം, എന്തു വേണ്ടിയിട്ട്? ടു അച്ചീവ്, അല്ല, എന്തിനു വേണ്ടി? ഹത്താ സിർതു ഹമ്മാലൽ അഹ്ലാം എന്ന് പറഞ്ഞാല് ദ കാരിയർ ഓഫ് ഡ്രീം, ഐ ബിക്കം എ കാരിയർ ഓഫ് ഡ്രീംസ്, അല്ലേ? ഞാനൊരു സ്വപ്നവാഹകനാകുന്നത് വരെ, അങ്ങനെയാണല്ലേ എന്നാണ് തൻ്റെ സ്വന്തം കഥ പറയുന്ന വീൽ ചെയർ തൻ്റെ സ്വന്തം കഥ പറയാണ്. അപ്പൊ നിങ്ങളോട് ഒരു സൈക്കിളിനെ കുറിച്ച്, സൈക്കിൾ തൻ്റെ സ്വന്തം കഥ പറയുന്നൊരു കിസ്സാദാത്തി എഴുതാൻ പറഞ്ഞാൽ ഇതുപോലെ എഴുതി കൂടെ? ലീ ദുലാബാനി കബീറാനി അതഹറക്കും മിൻ മക്കാനിൻ ഇല്ലാ മക്കാനിൻ മിൻ ബൈത്തി ഇല്ലാ മദ്രസ, അങ്ങനെ പറഞ്ഞൂടെ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലെ ആഡ് ചെയ്തൂടെ? അപ്പോൾ ഒന്ന് നന്നായിട്ട് ഈ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അറിയാത്ത വേർഡ്സുകളൊക്കെ നോട്ട് ചെയ്യുക. ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയാലോ? ഹുനാക ബഅ്ദുൽ അസ്ഇല അലൈക്കും അൻ തുജീബു. ഇവിടെ താഴെ കുറച്ച് ചോദ്യങ്ങൾ കാണുന്നുണ്ടല്ലേ? എന്താണ്? അലൈക്കും അൻ തുജീബു, നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം പറയണം കേട്ടോ. ലിമാദാ യസ്തഅമിലു നാസ് അൽ കുർസിയൽ മുതഹരിക, വൈ ഡു പീപ്പിൾ യൂസ് വീൽ ചെയർസ്? എന്തിനു വേണ്ടിയിട്ടാണ്? ലിമാദാ, എന്തിനു വേണ്ടിയിട്ടാണ്? യസ്തഅമിലു നാസു, ഈ ജനങ്ങളെ ഉപയോഗിക്കുന്നത്, അൽ കുർസിയൽ മുതഹരിക, വീൽ ചെയർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് ഭാഗങ്ങളിൽ പറയുന്നുണ്ട് അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? യഅ്തമിദുന്നാസു ഫിൽ ലാബി വൽ അക്ലി വൽ അമലി വസ്സഫറി എന്നൊക്കെ പറയുക അല്ലേ? ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ വലി തഹ്ഖീഖി കുല്ലി അഹ്ലാമിൻ നാസി, കുല്ലി അഹ്ലാമിഹി പറഞ്ഞ
നമ്മ എല്ലാ ജനങ്ങളുടെയും അല്ല, ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളുടെ അല്ലേ, ദു മഖ്ദറാത്തിൽ മുഖ്തലിഫ. അപ്പോ എന്നൊക്കെ എഴുതാം അല്ലേ. പിന്നെ അടുത്ത എന്താ, ഹൽ താരിഫൂന മൻ യസ്തഖ്ദിമുൽ കുർസിയൽ മുതഹരിക്. ഹൽ താരിഫൂന, ഡു യു നോ someone who use a wheelchair? ഈ വീൽ ചെയറിൽ യൂസ് ചെയ്തുകൊണ്ട് നടക്കുന്നവരെ നിങ്ങൾക്ക് അറിയോ? ഹൽ താരിഫൂന, നിങ്ങൾക്കറിയുമോ? മൻ യസ്തഖ്ദിം, ആരാണ് ഇതിങ്ങനെ വീൽ ചെയറിൽ ഇങ്ങനെ നടക്കുക? ആരായിരിക്കും വീൽ ചെയറിൽ ഇങ്ങനെ നടക്കുന്നത്? നിങ്ങൾക്കറിയോ? നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, ആരായിരിക്കും വീൽ ചെയറിൽ നടക്കുക? ഇത് മഖ്ദറാത്തിൽ മുഖ്തലിഫ അല്ലേ, ഭിന്നശേഷിക്കാരാണ്, പിന്നെ അതുപോലെ നടക്കാൻ വയ്യാത്തവരാണ് അല്ലേ, അവരൊക്കെ അല്ലേ വീൽ ചെയറിൽ നടക്കുക. അപ്പോൾ ഇത് മഖ്തറാത്തിൽ മുഖ്തലിഫ എന്ന് പറയാം. പിന്നെ അടുത്തെന്താ, മീസാത്തുൽ കുർസിയിൽ മുതഹരിക്കുൽ ആസിരി. മീസാത്ത്, ആധുനിക വീൽ ചെയറുകളുടെ പ്രത്യേകത എന്താണ്? മീസാത്ത് പറഞ്ഞാല് പ്രത്യേകതകൾ എന്താണ്? അൽ കുർസിയുൽ മുതഹരിക്ക് അൽ ആസിരി, ആധുനിക വീൽ ചെയറിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് ആ വീൽ ചെയറിന്റെ പ്രത്യേകത? എങ്ങനെയായിരിക്കും? ഒരാൾ ബാക്കിൽ നിന്ന് തള്ളേണ്ട ആവശ്യം ഉണ്ടാവില്ല, സ്വന്തം വീലുകൊണ്ട് ഇങ്ങനെ കൈകൊണ്ട് കറക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ. അന്നഹു യജ്രി ബിനഫ്സിഹി അല്ലേ, ആ വണ്ടി സ്വയം ഇങ്ങനെ നടന്നു പോവും. സ്വയം നമ്മൾ സ്വിച്ച് ഇട്ടാൽ മതിയാവും. പിന്നെ അങ്ങനെ ഡയറക്ഷനൊക്കെ ഇങ്ങനെ കാണിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് ഇങ്ങനെ അന്നഹു യജ്രി ബിനഫ്സിഹി എന്ന് പറയാം. കുർസിയിൽ മുതഹരിക്കുൽ കഹ്റുബായി അല്ലേ, അത് എന്തായിരിക്കും? ഇലക്ട്രിക് ആയിരിക്കും അല്ലേ. ഇപ്പോഴത്തെ ആധുനിക വീൽ ചെയറുകളൊക്കെ ഒരുവിധം ഇലക്ട്രിക് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം, അന്നഹു യജ്രി ബിനഫ്സിഹി കുർസിയിൽ മുതഹരിക്കുൽ കഹ്റുബാഹി എന്ന് പറയാം. പിന്നെ ലഹു തസ്ഹീലാത്തുൻ ജദീദ, പുതിയ പല സൗകര്യങ്ങളൊക്കെ അതിലുണ്ട് എന്ന് പറയാം. ലഹു തസ്ഹീലാത്തുൻ ജദീദ എന്ന് പറയാട്ടോ. തസ്ഹീലാത്ത് പറഞ്ഞാല് സൗകര്യങ്ങൾ, പുതിയ സൗകര്യങ്ങളൊക്കെ ഉള്ളതിനാണ് ലഹു തസ്ഹീലാത്തുൻ ജദീദ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് അല്ലേ മോഡേൺ വീൽ ചെയറിന്റെ പ്രത്യേകതകൾ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ നിങ്ങളൊന്ന് പറയൂട്ടോ, നോട്ട് എഴുതി വെക്കണം. ഇനി നമുക്ക് 26-ാമത്തെ പേജിലോട്ട് നോക്കൂ. നുലാഹിലു വനക്തുബു, നുലാഹിലു നമുക്ക് ശ്രദ്ധിക്കാം, വനക്തുബു എന്നിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ കണ്ണട കാണുന്നുണ്ടല്ലേ. അപ്പോൾ കണ്ണട തൻ്റെ സ്വന്തം കഥ പറയാൻ കേട്ടോ, കിസ്സാദാത്തിയ. അപ്പോൾ എന്താണ് കണ്ണട തൻ്റെ സ്വന്തം കഥ പറയുന്നത് നോക്കാം. അനന്നല്ലാറ ലീ റിജ്ലാനി അജ്ലിസു അലാ വജ്ഹിന്നാസി മുസായിദു അയ്യുനന്നാസി. എന്താണ് പറയുന്നത്? കണ്ണട എന്താ പറയുന്നത്? അനന്നല്ലാറ, കണ്ണട, നമ്മൾ കണ്ണടക്ക് എന്താ പറയാ? നല്ലാറ എന്നാണ് കേട്ടോ. ഞാൻ കണ്ണടയാണ്. അന നല്ലാറ ലീ റിജ്ലാനി, എനിക്ക് 2 കാലുകളുണ്ട്. റിജിലും റിജിലാനി, എനിക്ക് 2 കാലുകളുണ്ട്. റിജിലാനി, എനിക്ക് 2 കാലുകളുണ്ട്. അജ്ലിസു അലാ വജ്ഹിന്നാസി, അജ്ലിസു ഞാൻ ഇരിക്കുന്നു, അലാ വജ്ഹിന്നാസി ജനങ്ങളുടെ മുഖത്ത് ഞാൻ ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. ശരിയല്ലേ? കണ്ണട നമ്മൾ മുഖത്തിൽ വെക്കുക, കാല് നമ്മൾ ചെവിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വെക്കൂലേ. അപ്പൊ എന്താ പറയുന്നത്? ലീ റിജ്ലാനി, എനിക്ക് 2 കാലുണ്ട്. അജ്ലിസു അലാ വജ്ഹിന്നാസി, ജനങ്ങളുടെ മുഖത്താണ് ഞാൻ ഇരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഉസായിദു അയ്യുനന്നാസി, ഞാൻ ജനങ്ങളുടെ കണ്ണായിക്കൊണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഉസായിദു പറഞ്ഞാല് ഞാൻ സഹായിക്കുന്നു. അയ്യുനന്നാസി, ജനങ്ങളുടെ കണ്ണായിക്കൊണ്ട്, അവർക്കൊരു കണ്ണായിട്ട് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നു, അവരെ സഹായിക്കുന്നു എന്നാണ് നമ്മുടെ കണ്ണട പറയുന്നത്. അപ്പൊ കണ്ണടക്ക് എന്താ പറയാ അറബിയില്? നല്ലാറ അല്ലേ, നല്ലാറ, മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, എന്താണ് പറയുന്നത്? ആരാണത്? ഒരു ഊന്നുവടിയാണ് അല്ലേ. അപ്പൊ ഊന്നുവടിക്ക് എന്താ അറബിയിൽ പറയാൻ നോക്കട്ടോ. അന ഉക്കാസ, ഉക്കാസ, ഉക്കാസയാണ് നമ്മളുടെ ഊന്നുവടി കേട്ടോ. അന ഉക്കാസ ജിസ്മി നഹീഫുൻ വ തവീലുൻ അന ഐനുൽ ആവ. എന്താണ് പറയുന്നത്? അന ഉക്കാസ, ഞാൻ ഊന്നുവടിയാണ്. ജിസ്മി, എൻ്റെ ശരീരം, നഹീഫുൻ, മെലിഞ്ഞതാണ് അല്ലേ. ശരിയല്ലേ? ഊന്നുവടി ശരിക്കും മെലിഞ്ഞതല്ലേ. അപ്പൊ നഹീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ മെലിഞ്ഞതാണ്. ഓ തൊവീലും, നീളമുള്ളതാണ് അല്ലേ, ഒരു ഊന്നുവടിയാണ്. അപ്പൊ എന്താ പറയുന്നത്? ജിസ്മി നഹീഫും, ഞാൻ ഒരു മെലിഞ്ഞ ആളാണ് കേട്ടോ.
അപ്പോൾ തവീലുൻ അതുപോലെ നീളമുണ്ട്. അന ഐനുൻ അൽ ആമ ഞാൻ അന്ധൻ്റെ കണ്ണാണ് എന്നാണ് പറയുന്നത്. അന ഞാൻ ഐനുൻ കണ്ണാണ് അൽ ആമ അന്ധൻ്റെ കണ്ണ് കാണാത്ത ആളുടെ കണ്ണ് ആരാണ്? ഈ ഊന്നുവടിയാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. അടുത്ത് എന്താ കാണുന്നത്? ചെവി കാണുന്നുണ്ടല്ലേ. ചെവിക്ക് എന്താ പറയാ? ഉദുനുൻ അല്ലേ, ചെവി ഉദുനുൻ. അപ്പോൾ ചെവിയിൽ വെക്കുന്ന കേൾവിക്ക് ഉപയോഗിക്കുന്ന കേൾവി ശക്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ഏടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കാം. അന മൊയിനുസമ ഹജ്മി സ്വഗീറുൻ അഖ്തഫി വറാ അൽ ഉദുനി ഉസാനിദു ലോഫസമ. മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക്? എന്താ പറയുന്നത്? അന മൊയിനുസമ ഞാൻ ഹിയറിംഗ് എയ്ഡാണ്. നമ്മൾ ചെവി കേൾക്കാത്തവർക്ക് കേൾവി ശക്തിക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഹിയറിംഗ് എയ്ഡുകളില്ലേ, അതിനെയാണ് മൊയിനുസമ എന്ന് പറയുന്നത് കേട്ടോ. അന മൊയിനുസമ ഹജ്മി സ്വഗീറു എൻ്റെ സൈസ് ചെറിയ സൈസാണ്. ഞാൻ ചെറിയ സൈസാണ്. അഖ്തഫിയ വറ അൽ ഉദുനി ഞാൻ ചെവിൻ്റെ ബാക്കിൽ ഒളിഞ്ഞിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അഖ്തഫിയ പറഞ്ഞാൽ ഞാൻ ഒളിഞ്ഞിരിക്കുന്നു അഥവാ മറഞ്ഞിരിക്കുന്നു. ചെവിൻ്റെ വറ അൽ ഉദുനി ചെവിയുടെ പിന്നിൽ, വറ പറഞ്ഞാൽ ബാക്കിൽ അല്ലേ, ഞാൻ ചെവിൻ്റെ ബാക്കിൽ ഒളിഞ്ഞിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ഉസാനിദു ലോഫസമ്മൈ ഉസാനിദു പരിഹരിക്കും, ലോഫസമ്മൈ കേൾവി ബലഹീനത പരിഹരിക്കും അല്ലേ, കേൾവിക്കുറവ് പരിഹരിക്കുന്ന ഒരു എന്താണ് ഹിയറിംഗ് എയ്ഡാണ് ഞാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ 3 സംഭവങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഒരു നല്ലാറ പരിചയപ്പെട്ടു, അതുപോലെ ഓക്കാസ് പരിചയപ്പെട്ടു, ഒക്കാസ, പിന്നെ അതുപോലെ മൊയിനുസമ. ഇനി അടുത്തത് എന്താ? 27ാമത്തെ പേജിലോട്ട് നോക്കൂ. അടുത്തത് എന്താ കാണുന്നത്? വീൽ ചെയർ ആണല്ലേ കാണുന്നത്. അപ്പോൾ വീൽ ചെയറിനെ കുറിച്ച് നമ്മൾ ചാപ്റ്ററിൽ തന്നെ കുറച്ചൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ വീൽ ചെയർ എങ്ങനെയായിരിക്കും തൻ്റെ സ്വന്തം കിസ്സാദാത്തിയെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? മുമ്പ് എല്ലാവരും പറഞ്ഞതുപോലെ സ്റ്റാർട്ടിൽ എങ്ങനെ പറയാ? അന കുർസിയിൽ മുത്തഹരിക ഞാൻ വീൽ ചെയർ ആണ് എന്ന് പറയാം അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അങ്ങനെ തുടങ്ങാം. അന കുർസിയിൽ മുത്തഹരിക തറാനി ഫിൽ മുസ്തഷ്ഫയാത്തി തറാനി നിങ്ങൾക്ക് എന്നെ കാണാം, ഫിൽ മുസ്തഷ്ഫയാത്തി ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് എന്നെ കാണാം എന്ന് പറയാം അല്ലേ. തറാനി ഫിൽ മുസ്തഷ്ഫയാത്തി. ഇഖ്തറാനി പറഞ്ഞാൽ എന്നെ കണ്ടുപിടിച്ചു. ഇഖ്തറാനി എന്നെ കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റീഫൻ ഫർഫ്ലർ ആണ് കേട്ടോ. സ്റ്റീഫൻ ഫർഫ്ലർ ആണ് എന്നെ കണ്ടുപിടിച്ചത്. അപ്പോൾ വീൽ ചെയർ ആരാ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ മറന്നു പോകരുത് കേട്ടോ. സ്റ്റീഫൻ ഫർഫ്ലർ ആണ് വീൽ ചെയർ കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ അത് എഴുതാം. ഇഖ്തറാനി സ്റ്റീഫൻ ഫർഫ്ലർ. ഉസായിദുൽ മരീല ലിദിഹാബി മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ എന്നേതാ അല്ലേ. നടക്കാൻ വയ്യാത്തവരല്ലേ, അപ്പോൾ എന്ന് വെച്ചാൽ ഉസായിദു ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഞാൻ സഹായിക്കുന്നു. അൽ മരീല രോഗികളെ ഞാൻ സഹായിക്കുന്നു. ലിദിഹാബി മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ സഹായിക്കുന്നു. ലിദിഹാബി പറഞ്ഞാൽ പോകാൻ വേണ്ടി, മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, പ്ലേസ് ടു പ്ലേസ്. അപ്പോൾ ഒരു ചെറിയ ഒരു കിസ്സാദാത്തിയ അല്ലേ. അപ്പോൾ എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിലും ഉഷാറായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നന്നാക്കി എഴുതുക. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ഇതിലൊരു ഖത്ത് റുക്കായി എഴുതി പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ കാണുന്നുണ്ട്. നതദറബു അലാ ഖത്ത് റുക്ക. അപ്പോൾ ഓരോ അക്ഷരങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഒന്ന് ഉഷാറാക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ക്ലാസ് നന്നായിട്ടൊന്ന് കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഇൻഷാ അല്ലാ. താങ്ക് യു. ബൈ.